നമസ്കാരം. +1 +2 വിദ്യാർത്ഥികളുടെ CE മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷം അതിൽ ഏതെങ്കിലും കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും അതുപോലെ ഏതെങ്കിലും കുട്ടികളുടെ മാർക്ക് 2 ഡിജിറ്റ് എൻ്റർ ചെയ്യുന്നതിന് പകരം 1 ഡിജിറ്റ് മാത്രം എൻ്റർ ചെയ്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഗൂഗിൾ ഷീറ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ iExamൽ നിന്ന് കിട്ടുന്ന CE മാർക്കിൻ്റെ ആ ഡാറ്റ അതിൽ മാർക്കുകൾ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുന്നതിനും ഈ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കാം. അത് പല റിസൾട്ട് +1 റിസൾട്ട് വരുന്ന സമയത്ത് അനലൈസ് ചെയ്യുന്നതിനും ഈ CE മാർക്ക് ഉപയോഗിക്കാം. നമുക്കതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബ്ലോഗിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഫയൽ മെനുവിൽ പോവുക, മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഫയൽ നെയിം വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഗൂഗിൾ ഡ്രൈവിലെ ഫോൾഡർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ ഷീറ്റിൽ +1ൻ്റെ CE മാർക്കും രണ്ടാമത്തെ ഷീറ്റിൽ സെക്കൻഡ് ഇയറിൻ്റെ CE മാർക്കും iExamൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ ഷീറ്റിൽ ഫസ്റ്റ് ഇയറിൻ്റെ CE മാർക്കിൻ്റെ ഒരു സാമ്പിൾ ഡാറ്റ അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ ഷീറ്റിൽ iExamൽ നിന്ന് കോപ്പി ചെയ്ത CE മാർക്ക് പേസ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഷീറ്റ് എടുക്കാം. ഇതിൽ ഇയർ ഇവിടെ ഫസ്റ്റ് ഇയർ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷീറ്റിലുണ്ടായിരുന്ന ഫസ്റ്റ് ഇയറിലെ ഒരു സാമ്പിൾ ഡാറ്റയാണ് ഇതിൽ കാണുന്നത്. ഇവിടെ ആ സബ്ജക്റ്റിൻ്റെ പേരൊക്കെ ഒഴിവാക്കി നമ്പേഴ്സ് മാത്രമായിട്ട് മാർക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു നിശ്ചിത മാർക്കിൽ താഴെ എൻ്റർ ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് നമുക്ക് ആ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ ഒരു 10 എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 10ൽ താഴെയുള്ളവരെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഇവിടെ ഈ ഒരു കുട്ടിയുടെ എൻ്റർ ചെയ്തിട്ടില്ല, അതും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇനി ഈ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നവ മാത്രം ആയിട്ട് ഫിൽട്ടർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ എടുത്ത് നോക്കാം. ഇയർ സെക്കൻഡ് ഇയർ ആക്കുന്നു. സെക്കൻഡ് ഇയർ 10 10ൽ താഴെ കൊടുത്തവരെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഇതൊക്കെ CE എൻ്റർ ചെയ്യാത്തതാണ്. ഇനി നമുക്ക് ഫിൽട്ടർ ഉപയോഗിച്ച് നോക്കാം. ഫിൽട്ടർ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ എൻ്റർ ചെയ്യാൻ വിട്ടിട്ടുണ്ടോ അതുപോലെ ഏതെങ്കിലും ഇപ്പോൾ ഈ മാർക്കിൽ താഴെ ഈ മാർക്കോ ഈ 10 10ൽ താഴെ കിട്ടിയവരെ ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഇനി നമുക്കവിടെ 0 കൊടുക്കുകയാണെങ്കിൽ CE എൻ്റർ ചെയ്യാൻ വിട്ടുപോയവരുടെ മാത്രം മാർക്ക് കാണാം. ഇനി 15 15ൽ താഴെ കിട്ടിയവരെ നോക്കുകയാണ്. ബോട്ടണിയുടെയും സുവോളജിയുടെയും മാർക്കിൻ്റെ ടോട്ടൽ ആണ് ഇതിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാക്സിമം 10 മാർക്കായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ 10 10ൽ താഴെ കിട്ടിയവരെ നോക്കി അതിൽ ബോട്ടണി സുവോളജി ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്ന് കൂടി നോക്കാം. iExamൽ നിന്ന് കിട്ടുന്ന ഈ CE ഡാറ്റ കോപ്പി ചെയ്ത് വെച്ചാൽ +1ൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി റിസൾട്ട് എക്സ്പ്ലോററിൽ ഈ ഡാറ്റ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് വയ്ക്കുക. താങ്ക് യു.